പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അതിരില്ലാത്ത സ്നേഹം, അല്ലെ? ദൈവത്തിന്റെ അതിരില്ലാത്ത സ്നേഹത്തെ നമ്മൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, അവിടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന് മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തിന്റെ അതിർത്തികളെ വിശാലമാക്കും. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ചെറുതായി പോകുന്നത് നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുതൽക്കൂട്ടുകളുടെ പരിമിതി കൊണ്ട്, അല്ലെ? എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പണമില്ല, എനിക്ക് നല്ല കുടുംബമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് നല്ലപോലെ സംസാരിക്കാനുള്ള പാഠവുമില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ചെറുതായിട്ട് കാണും. നമ്മളെ തന്നെ ചെറുതായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ വെച്ചുകൊണ്ട്, നമ്മുടെ അസറ്റ്, നമ്മുടെ കയ്യിലുള്ള മുതലിനെ കണക്കിലെടുത്തുകൊണ്ട്. പക്ഷെ എപ്പോഴാണോ നമുക്ക് എൻ്റെ കയ്യിലുള്ള മുതലുകളല്ല എന്നെ നിലനിർത്തുന്നത്, എന്നിലുള്ള കർത്താവ്. അതായത് പ്രിയപ്പെട്ടവർ, നമ്മൾ പലപ്പോഴും നമ്മൾ ചില ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത്. അവിടെയാണ് മതങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. പക്ഷെ എവിടെയാണോ അതിനതീതമായി ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ആത്മീകമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കുന്നത് അവിടെയാണ് നമ്മിൽ മാറ്റം ഉണ്ടാകും. അതെ, അതവിടെ നമ്മുടെ ജീവിതം മാറിയിരിക്കും, ഒരു സംശയമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം തകർന്ന് അതപ്പതിച്ച് നശിച്ച് തീർന്നു കിടക്കുന്നവരാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയാലും തിരിച്ചു കയറി വരാനുള്ള സാധ്യത നിങ്ങളിൽ തന്നെ ഉണ്ട്. വേറെ ആരിലുമല്ല, നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് നാം കണ്ടെത്തുക, മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നത് മാത്രമാണ് വേണ്ടത്, മറ്റൊന്നുമല്ല വേണ്ടത്. അതായത് പ്രിയപ്പെട്ട, ഇവിടെ ആളുകൾ ഓടി നടക്കുക, ദൈവം ഉണ്ടോ ഇല്ലയോ? പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അദൃശ്യമായ ഒരു ദൈവകരം ഉണ്ട്. അത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് പല പേരുകളൊക്കെ പറഞ്ഞു ഉപയോഗിക്കുന്നു. പക്ഷെ അതിന് നമ്മൾ പറയും നമ്മുടെ ബലം, ആത്മശക്തി, എൻ്റെ എന്താ ആത്മാഭിമാനം, ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഉള്ളിലെ ബലം, എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ പ്രിയപ്പെട്ട, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഒരു മഹത്വം, ദൈവത്തിന്റെ ഒരു ശക്തി നമ്മളിലോ എല്ലാവരിലും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത്, നിരാശപ്പെട്ടു പോകുന്നത്. അത് ദൈവം എൻ്റെ അകത്ത് വസിക്കുക, ദൈവം എൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. നമുക്ക് കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും, ദാറ്റ്സ് എ മിസ്റ്ററി. അതൊരു മർമ്മമായിരുന്നു, അത് മറഞ്ഞു കിടന്ന മർമ്മമാണ്. അതിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത് അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുക. എന്താണ്? പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്ന ഒരു മർമ്മം. ഇപ്പൊ ഈ മറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നത്. ദൈവം നമ്മുടെ അകത്തുണ്ട്, നമ്മളിലാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇന്ന വിഷയം ഉണ്ടായപ്പോൾ ദൈവം എവിടെ ആയിരുന്നു? പ്രിയപ്പെട്ട, ദൈവം ഇരിക്കുന്നത് വേറൊരാളിലല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് കൊണ്ടോ, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാം. അവിടെ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ എവിടെ എന്ത് ആചാരങ്ങൾക്കാണ് പ്രത്യേകത? അതായത് പ്രിയപ്പെട്ട, ദൈവദിനത്തില് ഒരു വാക്യം എങ്ങനെയാണ്? എബ്രായ ലേഖനത്തിൽ അതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മുടെ 18-ാം വാക്യം: എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പൊ അവിടെ എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനം, യേശുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും ഒരു വ്യക്തി വിശ്വസിക്കുന്നു. അതായത് എൻ്റെ പാപത്തിന്, എൻ്റെ ശാപത്തിന് ദൈവം വില കൊടുത്തു. എൻ്റെ സകല പാപങ്ങളും സകല അറിവില്ലായ്മകളും
യേശുവിന്റെ ക്രൂശിലെ യാഗത്താൽ പരിഹരിക്കപ്പെട്ടു എന്ന് എന്നിലുണ്ടാകുന്ന തിരിച്ചറിവ്, ആ സത്യബോധ്യം, ആ യഥാർത്ഥ ബോധ്യം നമ്മുടെ അകത്ത് വരുന്നതോടുകൂടെ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യമില്ല. ആ ധൈര്യത്തെ കുറിച്ച് ഇവിടെ പറയുക. അവിടെ ഇതിന്റെ 14-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടന്റ്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ്, സോ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ ആ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം പറഞ്ഞിട്ട് പറയണം, എന്നാൽ പാപത്തിന്റെ മോചനം, യേശുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനത്തിലൂടെ പാപങ്ങൾക്ക് മോചനം വരുത്തിയിരിക്കെ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പാപപരിഹാരത്തിന് വേണ്ടി ഒരു യാഗവും, ഒരു പ്രത്യേക യാഗത്തിന്റെയും ആവശ്യം ഇവിടെയില്ല. കാരണം എന്താ? പാപം പരിഹരിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ പാപം പരിഹരിക്കപ്പെട്ടു എന്ന ബോധ്യം നമുക്ക് വരാത്തതുകൊണ്ടാണ് പാപം പരിഹരിക്കപ്പെടാണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞതാ. പാപം പരിഹരിക്കപ്പെട്ടു. ഇത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ യേശുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും നമ്മുടെ സകലവിധ പാപങ്ങൾക്കും അഴുക്കുകൾക്കും കുറവുകൾക്കും പരിഹാരം വരുത്തി. സകല പാപങ്ങളും പരിഹരിക്കപ്പെട്ടു. ഇനി ആ പാപത്തിന്റെ ബോധ്യം നിങ്ങളുടെ അകത്ത് കടന്ന് നിങ്ങളെ ചുരുക്കുകയും നിങ്ങളെ ഞെരുക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അതിന് വിട്ടുകൊടുക്കരുത്. പാപം പരിഹരിക്കപ്പെടാനായിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. അപ്പൊ ഇവിടെ സകലരുടെ പാപവും പരിഹരിക്കപ്പെട്ടല്ലോ. അപ്പൊ ഇനി ഒന്നും ചെയ്യണം. എന്താ ചെയ്യേണ്ടെന്നറിയാം? എന്റെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്നൊരു ബോധ്യം, ഹല്ലേലൂയ, ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിശ്വസിക്കുക. എന്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്ന വിശ്വാസം, ആ ഒരൊറ്റ വിശ്വാസം മതി ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം, നൂറുകണക്കിന് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, യേശുക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുക. അതിലപ്പുറമായി വേറെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, യേശുവിനെ നീതിക്കായിട്ട് ഉയർത്തുന്നിട്ട് ഇന്നും ജീവിക്കുന്നു. അവരൊറ്റ വിശ്വാസം മതി പ്രിയപ്പെട്ടവരെ. അവരൊറ്റ വിശ്വാസം നിങ്ങൾ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും കാണാതെ വിശ്വസിക്കുന്നവർ, പല കാര്യങ്ങളും. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ശാരീരികമായ പ്രയാസം ഉണ്ടെന്നിരിക്കും. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്നെ പ്രയാസമുണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പറയത്തില്ല എനിക്ക് അത് കാണണം, ഇത് കാണണം, അത് എങ്ങനെയാണ്. നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത്, ഡോക്ടേഴ്സ് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെയാണ്, കാണാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്ര മോശമായ കാര്യങ്ങളെയും നമുക്ക് കാണാതെയും ഒക്കെ വിശ്വസിക്കും. പക്ഷെ നല്ല കാര്യങ്ങളെ വിശ്വസിക്കാനായിട്ട് നമുക്ക് വലിയ വൈമനസ്യം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുവിന്റെ മരണത്താൽ, യേശുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്താൽ നിങ്ങളുടെ പാപം എന്നേക്കുമായി കഴുകപ്പെട്ടു. നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. അതിനകത്ത് അവിടെ ഒരു പോയിന്റിൽ പോലും നിങ്ങൾക്കൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ പാപം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നതാണ്. അതെ, നമുക്ക് റോമാലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ റോമാലേഖനം 3-ാം അധ്യായത്തിൽ 25-23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഞാൻ ആ വാക്യങ്ങൾ വായിക്കും. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് പോലും സൗജന്യമായ എത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരുമാകേണ്ടതിന് ഇക്കാലത്ത് അതിന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പൊ അവിടെ യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുക. എന്തിനാ? എന്റെ പാപങ്ങൾ കഴുകപ്പെട്ടു എന്നൊരു ബോധ്യം എന്റെ അകത്ത് എനിക്ക് ലഭിക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത് എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യം. അത് എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി യേശു ക്രൂശിൽ. സകല പാപത്തിനും പരിഹാരം വരുത്തി. അവിടെ കുറച്ച് പാപങ്ങൾ പരിഹരിച്ചു, കുറച്ച് പാപങ്ങൾ ഇനി അവിടെ പെൻഡിങ് നിൽക്കുക. അല്ലല്ല, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മ മിസ്റ്ററിയാണത്. അപ്പൊ ഇവിടെ ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമാണ്. അത് ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നത്. ദൈവത്തിന് വസിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ ചിന്തയിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചേർന്ന് വസിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പൊ ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള തിരിച്ചറിവ്, ആ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതം മാറും. ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആത്മീയ കാര്യത്തിന് മുതൽ മുടക്കുന്നത്. ആത്മീകമായ നന്മകൾ ലഭിക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആത്മീകമായിട്ട് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം വിശ്വസിച്ചാൽ മതി. യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓവർ ദ ക്രോസ് ഫോർ മീ. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബലഹീനതകൾക്ക് വേണ്ടി മരിച്ചു എന്ന ഉത്തമ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്, ആ ബോധ്യം ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും, സകല മേഖലകളെ മാറ്റിമറിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ ഒരു മിസ്റ്ററി, ഈ ഒരു മർമ്മത്തെ, ഈ ഒരു രഹസ്യം മറവായിരിക്കുക എന്ന് പറയുന്നത് ഇരുട്ടിന്റെ ശക്തിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നിങ്ങളിത് അറിയരുത്. ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്ന സത്യം നിങ്ങൾ അറിയരുത്. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ, നിങ്ങളുടെ രോഗത്തിന് വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനം സാധാരണഗതിയിലാവുകയും ആ ശരീരത്തിന്റെ തന്നെ പ്രവർത്തനക്ഷമത കൊണ്ടാണ് നിങ്ങളുടെ ശരീരം സൗഖ്യമാകുന്നത്. എന്നാൽ ആ ട്രിഗർ, ആ ഒരു സൗഖ്യമാക്കുന്ന പ്രവണതയെ വേഗത കൂട്ടുക, അതിനെ കേടുപോക്കുക എന്ന് പണിയാണ് ഈ മരുന്നുകൾ ചെയ്യുന്നത്, അല്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങളിൽ അത്ഭുതം ഇരിക്കുന്നത് വേറൊരാൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് പോയി നിൽക്കുന്നത് കൊണ്ടോ അല്ല. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും യേശുവിന്റെ അടിപ്പിണരുക നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നത് കൊണ്ടും അവന്റെ രക്തം നിങ്ങളുടെ പാപത്തെ കഴുകി എന്നേക്കുമായി നിങ്ങളെ ശുദ്ധീകരിച്ചത് കൊണ്ടും നിങ്ങളെ നീതിമാന്മാരാക്കിയത് കൊണ്ടും നിങ്ങളെ സമാധാനത്തിലേക്ക് ആക്കിയത് കൊണ്ടും അത് കാൽവരി ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെ നിങ്ങൾ എപ്പോഴാണോ വിശ്വാസത്താൽ അംഗീകരിക്കുന്നത്, അപ്പോൾ മുതലാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ വഴി തുറക്കപ്പെടുന്നത്. അതായത് നിങ്ങളിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന ബോധ്യം അതവിടെ ഉണ്ട്. അതായത് പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കുകയും, നമ്മുടെ വീട്ടില് കറണ്ട് ഉണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, മറ്റെല്ലാ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഒറ്റ കാര്യം ചെയ്ത് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി. അതായത് നമുക്ക് നമ്മുടെ അത്ഭുതത്തിന് വേണ്ടിയുള്ളതെല്ലാം നമ്മുടെ വാതിക്കൽ വന്ന് നിൽക്കുക, നമ്മുടെ സമീപം നിൽക്കുക. നിങ്ങൾ എപ്പോഴാണ് ഐ ബിലീവ് ഇൻ യു ജീസസ്, ഞാൻ യേശുവെ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. അതായത് പ്രിയപ്പെട്ടവർ, ഇത് ആർക്കും വിശ്വസിക്കാവുന്ന കാര്യമാണ്. ഏതൊരു വ്യക്തിക്കും വിശ്വസിക്കാം. എത്ര വലിയ പാപിക്കും വിശ്വസിക്കാം. എത്ര വലിയ പാപി ആരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം സമൂഹത്തിന്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമായ
വ്യക്തിത്വമായിരിക്കാം. ആര് നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കും, ആരുടെ മുമ്പിലും ഒരു വിലയില്ലാത്ത വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനും അർത്ഥം വരുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ അകത്ത് കുറ്റബോധം കൊണ്ട് വലയുന്നവരായിരിക്കും. ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതിനെയും പണിതെടുത്ത് നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യം. അപ്പൊ അത് സാധ്യം. അത് പറയുമ്പോൾ ഇനി സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അത് ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്. യേശുവിന്റെ ക്രൂശിലെ മരണത്തിൽ നിങ്ങളുടെ പാപത്തിന് വില കൊടുത്തു, നിങ്ങളുടെ രോഗത്തിന് അവൻ വില കൊടുത്തു, പരിഹാരം വരുത്തി. നിങ്ങൾ വിശ്വസിച്ചാൽ മതിയെന്ന്. ജസ്റ്റ് യു നീഡ് ടു ബിലീവ്, ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും വേണ്ട, മറ്റൊരു കാര്യത്തിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ബിലീവ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം, മിസ്റ്ററിയാണിത്. ആരും അറിഞ്ഞില്ല, ഇത് മറഞ്ഞുകിടന്ന മർമ്മം. ഈ മറഞ്ഞുകിടന്ന മർമ്മത്തെ ഇവിടെ വചനത്തിൽ പറഞ്ഞ് ഇന്ന് എന്ത് സംഭവിച്ചു? അത് വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു. ആമേൻ. അത് ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു. ആമേൻ. പ്രൈസ് ഗോഡ്. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ്. അതായത് ചിന്തിച്ചു നോക്കിക്കേ, യേശുക്രിസ്തു ലോകസ്ഥാപനം മുതൽ അടിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയും. ഇപ്പൊ ലോകസ്ഥാപനം മുതൽ അടിക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ അടിക്കപ്പെട്ടവന്. നമ്മുടെ പാപത്തിന്റെ അതിന്റെ കുറ്റം, അതിന്റെ തെറ്റ് യേശു തന്നിൽ ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ടാണ് പിന്നീടുള്ള തലമുറകളിൽ ലംഘനം പെരുകിയപ്പോഴും ആ തലമുറകൾ നശിച്ചു പോകാതെ. എന്നാൽ കാൽവരി ക്രൂശിൽ അത് വെളിപ്പെട്ടു. അത് യോഹന്നാനും അവിടെ ശിഷ്യന്മാരെല്ലാം ഉൾപ്പെടുന്ന പലരും അവിടെ നിന്ന് യേശുവിന്റെ ക്രൂശ് മരണം അവർ നേരിട്ട് കണ്ടു, വെളിപ്പെട്ടു. അത് പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും അത് മനസ്സിലായില്ല. അവിടെ ശതാധിപൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ കേട്ടോ. പിന്നെ മരണം കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു. പുനരുത്ഥാനം ചെയ്തവനായ യേശുവിനെ 11 അപ്പോസ്തലന്മാർക്കും 500-ലധികം സഹോദരങ്ങൾക്ക് വെളിപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരിൽ അത്രയും പേർക്ക് പ്രത്യക്ഷമായിട്ട് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. എന്ത്? പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന ഒരു മർമ്മം വെളിപ്പെട്ട് കിട്ടി. എന്താണ് മർമ്മം എന്നറിയാമോ? അത് ജാതികളോട് ഈ മർമ്മത്തിന് മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഈ മർമ്മം, ഈ മിസ്റ്ററിയുടെ ആ ബ്യൂട്ടി, അതിന്റെ സീക്രട്ട്, അതിനെന്താ പറയുന്നത്? ആമേൻ. സീക്രട്ട് ലോക്ക്. അത് ആർക്ക് വെളിപ്പെട്ടു? ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു. അത് മഹിമാതനം ജാതികളോട് അറിയിപ്പാനായിട്ട് ദൈവത്തിന് പ്രസാദമാണ്. എന്താണെന്നറിയോ? മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. യെസ്, ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ, എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പലതരത്തിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഭക്ഷണം, ഫാമിലിയിൽ എല്ലാവരോടും ഒരു ഗെറ്റ് ടുഗദർ, എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു. ഫാമിലി മാത്രമല്ല, സുഹൃത്തുക്കള്, കൊളീഗ്സ് അല്ലേ, എല്ലാവരും ഒരുമിച്ച് വന്ന് കൂടുന്നു, ആഘോഷിക്കുന്നു. അപ്പൊ ക്രിസ്മസ് ഒരു സെലിബ്രേഷൻ. നമുക്കറിയാം അവിടെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൂടിവരവുകൾക്ക്, ഭക്ഷണത്തിന്, പുതിയ വസ്ത്രം, പിന്നെ നമുക്കറിയാമല്ലോ അലങ്കാരങ്ങൾ. വീടുകൾ അലങ്കരിക്കുന്നു, പള്ളികൾ അലങ്കരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ തെരുവുകൾ പോലും അലങ്കൃതമായി വളരെ മനോഹരമാക്കിയിടുന്നു. അപ്പോഴങ്ങനെ അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായി കാണുന്നത് പുറമേയുള്ള ചില ആഘോഷങ്ങൾ. ഇവിടെ ഞാൻ പറയട്ടെ, ക്രിസ്തുമസ് എന്ന് പറയുന്നത് വൈകാരിക ആഘോഷമല്ല, ആത്മീക അനുഭവമായിട്ട് മാറും.
ക്രിസ്മസ് ഈസ് നോട്ട് എ ഇമോഷണൽ ഫെസ്റ്റിവൽ, ബട്ട് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അപ്പൊ ക്രിസ്തു എൻ്റെ അകത്തുണ്ട്, അതായത് എന്നിൽ ജനിച്ചു എന്നല്ല, അവൻ എൻ്റെ അകത്തുണ്ടെന്നുള്ള തിരിച്ചറിവിലൂടെ ഞാൻ വീണ്ടും ജനിക്കുകയാണ്. അതായത് യേശു ജനിച്ചത് ലോകം ആഘോഷിക്കുന്ന ക്രിസ്മസ്, പക്ഷെ യേശു ക്രിസ്തു എന്നിൽ ജനിച്ചത്, അഥവാ യേശു ക്രിസ്തു എന്നിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ വീണ്ടും ജനിച്ചതാണ് എൻ്റെ വ്യക്തിപരമായ ക്രിസ്മസ്. ഇവിടെ പറയുകയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലോ, ഈ ഒരു മർമ്മം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനും അപ്പുറമായി, ഇതിനും അതീതമായി വേറൊന്നും സംഭവിക്കാനില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതം ഇന്നുവരെ ലോകം മാർക്കിട്ട് വെച്ച ആ പരിധിക്കകത്ത്, ലോകം വരച്ചു വെച്ച വരയ്ക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല നിങ്ങളുടെ ജീവിതമെന്ന് ഹല്ലേലൂയ അത് വെളിപ്പെടുത്തി കാണിക്കാനായിട്ട്, അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്, യെസ്, മറ്റൊന്നും വേണ്ട, ഈ ഒരൊറ്റ കാര്യം മതി, ഈ ഒരു തിരിച്ചറിവ് മതി. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു എന്ന് തിരിച്ചറിവ്. Christ, the hope of glory, is in me. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾ അറിയുക എന്നുള്ളത്. നിങ്ങൾ പല സ്ഥലത്തും തോറ്റും തകർന്നും ഒക്കെ കിടക്കുന്നവരല്ലേ, അല്ലേ? ജീവിതത്തിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ. പക്ഷെ നിങ്ങളൊന്ന് തിരിച്ചറിയാവൂ, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായുള്ള ഒരു അത്ഭുതം സാധ്യമാക്കി, ജയം സാധ്യമാക്കി, ഉയർച്ചയെ സാധ്യമാക്കി, മാന്യതയെ സാധ്യമാക്കി. വിശ്വസിക്കാമോ? അതൊന്ന് തിരിച്ചറിയാമോ? ആ ഒരു തിരിച്ചറിവ് മാത്രം മതി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം അസാധാരണമായ ഒരു അത്ഭുതമായി തീരാനായിട്ട്. ലോകം നിങ്ങളെ വിസ്മയത്തോടെ നോക്കി നിൽക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം ഒരു തോന്നലാണെന്ന്? അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തോന്നൽ. യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഗോഡ് ഈസ് ദേർ. അത് നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടുന്നതുകൊണ്ടല്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ പനി മാറിയതുകൊണ്ടല്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളും അതിജീവിക്കത്തക്കവണ്ണം ദൈവശക്തി നിങ്ങളുടെ അകത്ത് ഇരിപ്പുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാനായിട്ട്. അതിന് നിങ്ങളിൽ പ്രകടമായ അടയാളങ്ങളൊന്നും സംഭവിക്കണമെന്നില്ല. പ്രകടമായ അടയാളങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ഗോഡ് ഈസ് ദേർ. God is there. God is in you. Christ is in you. അത് ജാതികളുടെ മഹത്വത്തിന്റെ മർമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. അതോ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീണ്ടും ജനനം ഹല്ലേലൂയ അത് നിങ്ങളുടെ തിരിച്ചറിവിലൂടെ സംഭവിക്കേണ്ടതാണ്. നിങ്ങൾ അറിയണം, Christ is in me, the hope of glory. Christ is in you, the hope of glory. അതേ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടമാണെങ്കിൽ, ഈ ആഘോഷങ്ങളുടെ കാലഘട്ടത്തിൽ ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആഘോഷത്തിന്റെ അടിസ്ഥാനം. ദൈവം എൻ്റെ അകത്തിരിക്കുക. സാഹചര്യങ്ങൾക്കും പരിമിതികൾക്കെല്ലാം അതീതനായ ദൈവം ഈസ് ഇൻ മീ. He is in me. God is in me. God is in me. ദൈവം എൻ്റെ അകത്ത് വസിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസങ്ങൾ, ഈ വരുന്ന ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ആത്മീക അനുഭവമായി, അതായത് ഞാൻ പറയട്ടെ, ആഘോഷങ്ങൾ ഇമോഷണൽ ഫെസ്റ്റിവൽ ആകാതെ
അതുകൊണ്ടൊരു കാര്യമില്ല. നമുക്ക് കുറച്ച് കാശൊക്കെ കളഞ്ഞ് അത് കഴിയുമ്പോൾ ഈ ആഘോഷിക്കാൻ വേണ്ടി കടം മേടിച്ച പണമെല്ലാം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ശ്രമത്തിനിടയ്ക്ക് ആ സന്തോഷമെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നതിൽ നല്ലത്. നിങ്ങളുടെ ആഘോഷങ്ങൾ ഇമോഷണൽ ഫെസ്റ്റിവലായിട്ട്, സെലിബ്രേഷനായിട്ട് മാറാതെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളെ തന്നെ ഒന്ന് എഡിഫൈ ചെയ്ത്, നിങ്ങളെ തന്നെ ഒന്ന് ഉറപ്പിച്ച്, നിങ്ങളെ തന്നെ ഒന്ന് ശക്തീകരിച്ച് ഒന്ന് പറയാമോ, എൻ്റെ അകത്ത് വസിക്കുന്ന കർത്താവ് സർവ്വസൈന്യാധിപനാണ്, സകല അധികാരമുള്ളവനാണ്, സകല ശക്തിയുമുള്ളവനാണ്, അവൻ എൻ്റെ അകത്താണ് വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ തേടി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തെ കണ്ടെത്താൻ വളരെ ഈസിയാണ്. നിങ്ങളിൽ തന്നെ അവൻ വസിക്കുന്നുണ്ട്, നിങ്ങളിൽ തന്നെ ദൈവം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ ആചാരങ്ങൾക്ക്, മതങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, ദാനധർമ്മങ്ങൾക്ക് എല്ലാം അതീതമായി നിങ്ങൾ തിരിച്ചറിയുക, ഗാഡ് ഈസ് ഇൻ യു, ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവെ, ആ ക്രിസ്തുവേശു മഹത്വത്തിന്റെ പ്രത്യാശയോടെ ഞങ്ങളിൽ വസിക്കുന്നു എന്ന ബോധ്യം, അതേ കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ? കാരണം എൻ്റെ ജീവിതം ആകെ തകർന്നിരിക്കുക, ഞാൻ ആകെ ശൂന്യമായിരിക്കുക, എല്ലാ മേഖലയിലും ഞാൻ തകർന്നു കിടക്കുക, എനിക്കൊരു ഉയർച്ചയില്ല, എനിക്കൊരു ഗതിയില്ല. എല്ലാ മേഖലയിലും ആളുകൾ എന്നെ ഉപേക്ഷിച്ചു, നാട്ടുകാരനെ ഉപേക്ഷിച്ചു, വീട്ടുകാരനെ ഉപേക്ഷിച്ചു, ദൈവത്തിന് പോലും എന്നെ വേണ്ടെന്നാ തോന്നുന്നത് എന്നൊക്കെ ചിന്തിച്ച് ജീവിതത്തിൽ നിരാശയോടെ ആയിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇപ്പോഴും യേശുവിൻ്റെ നാമത്തിലുള്ള ആമേൻ ആ പ്രത്യാശ അവരുടെ അകത്തുണ്ടാകട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു അവരുടെ അകത്തിരിക്കുന്നുണ്ട്. അവർ ചെല്ലുന്നിടത്തൊക്കെയും സാഹചര്യങ്ങൾ മാറി മറിയുന്നത്, അവസ്ഥകൾ മാറുന്നത്, അത്ഭുതങ്ങൾ അസാധാരണമായ നിലയിൽ സംഭവിക്കുന്നത് ഈ ദിവസങ്ങൾ അവർ തിരിച്ചറിയാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ അകത്ത് ക്രിസ്തുവിന്റെ ബോധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യ ബോധ്യം കൊടുത്ത് അവരെ ജയത്തോടെ നിർത്തുന്നതിനായി സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ. രോഗികളായി കഴിയുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ പ്രത്യാശയോടെ അവരെ നിറയ്ക്കണം, ധൈര്യം കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തകർന്നിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, ആമേൻ, ജീവിതത്തിനകത്ത് എല്ലാ മേഖലകളിലും ശൂന്യത അനുഭവിക്കുന്നവർ, അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറട്ടെ, അവരുടെ അനുഗ്രഹമായി തീരട്ടെ. നിന്റെ കൃപ അവരുടെ ജീവിതത്തിൽ ധാരാളമായി അനുഭവിപ്പാൻ, ദൈവ സാന്നിധ്യം അവർ അനുഭവിപ്പാൻ അവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. രോഗികളായിട്ടിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ കർത്താവ്, യേശുവിന്റെ വിടുതൽ, സൗഖ്യവും അത്ഭുതമാരിൽ സംഭവിക്കട്ടെ. കർത്താവ്, അങ്ങത് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരത്ഭുതം പ്രാപിക്കാനായിട്ട് നിങ്ങളൊന്നും ചെയ്യണം. ഒറ്റ കാര്യം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുന്നെടുത്താണ് എനിക്ക് വേണ്ടി യേശു അടിക്കപ്പെട്ടു. എൻ്റെ പാപം യേശു ചുമന്നു തീർത്തു. എൻ്റെ ശാപം, എൻ്റെ രോഗം, എൻ്റെ ദാരിദ്ര്യം മുഴുവൻ യേശു ക്രൂശിൽ വഹിച്ചു തീർത്തു. ഞാൻ നീതിമാണ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തു പുതിയ സൃഷ്ടിയാണ്. ഇതൊന്ന് വിശ്വസിക്കാം, ഒന്ന് തിരിച്ചറിയാമോ? നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കും, ഒരു സംശയമില്ല. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.